കനയ്യകുമാർ ഉൾപ്പെടെ 8 JNU വിദ്യാർത്ഥികൾ രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടില്ലെന്ന സർവകലാശാല അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്കെതിരായ സസ്പെൻഷൻ പിൻവലിച്ചു. കന്നയ്യയുടെ നിലവിലെ സസ്പെൻഷൻ കാലാവധി ഇന്ന് പൂർത്തിയാകവെയാണ് സസ്പെൻഷൻ പിൻവലിക്കുന്നതായി സർവകലാശാല അറിയിച്ചത്. ഫെബ്രുവരി 9, 11 തീയതികളിൽ JNUവിൽ നടന്ന സംഭവങ്ങൾ അന്വേഷിക്കാൻ മുതിർന്ന പ്രൊഫസർമാർ ഉൾപ്പെട്ട അന്വേഷണ സമിതിയെ VC നിയമിച്ചിരുന്നു. അന്വേഷണം പൂർത്തിയാക്കിയുള്ള റിപ്പോർട്ടും സമിതി VCക്ക് നൽകി. ഈ റിപ്പോർട്ടിന്റെ മുഴുവൻ വിശദാംശങ്ങൾ വ്യക്തമായിട്ടില്ല. കൺട്രി വിത്തൌട്ട് പോസ്റ്റ് ഓഫീസ് എന്ന സെമിനാറാണ് JNUവിൽ നടന്നതെന്നും ഇതിനിടയിൽ ചില ആളുകൾ പുറത്തുനിന്ന് സ്ഥലത്തെത്തിയെന്നും അന്വേഷണ സമിതി കണ്ടെത്തി. കന്നയ്യയും മറ്റു വിദ്യാർത്ഥികളും സ്ഥലത്തെത്തിയവരോട് ID പ്രൂഫ് ചോദിക്കുന്നതായാണ് CCTV ദൃശ്യങ്ങളിൽ ഉള്ളതെന്നും അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. നേരത്തെ കന്നയ്യ രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിച്ചെന്ന് ആരോപിച്ചാണ് ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്ന വീഡിയോ തെളിവുകൾ ഇല്ലെന്നും പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികൾ കുറ്റവിമുക്തരാണെന്ന് കണ്ടെത്തിയുള്ള അന്വേഷണ റിപ്പോർട്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ആർട്ട് ഓഫ് ലിവിംഗിന്റെ ലോക സാംസ്കാരികോത്സവം സംസ്കാരത്തിന്റെ കുംഭമേളയെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവാദങ്ങൾക്കിടെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ലോക സാംസ്കാരികോത്സവത്തിന് ദില്ലിയിലെ യമുന തീരത്ത് തുടക്കമായി. പരിസ്ഥിതിക്ക് ദോഷം വരുത്തിയതിന് ചുമത്തി 5 കോടി രൂപ പിഴയടയ്ക്കാൻ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ശ്രീ രവിശങ്കറിന് 4 ആഴ്ച സമയം അനുവദിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ പങ്കെടുത്ത കലാപ്രകടനങ്ങളോടെയാണ് ആർട്ട് ഓഫ് ലിവിംഗിന്റെ 35ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ലോക സാംസ്കാരികോത്സവത്തിന് യമുന തീരത്ത് തുടക്കമായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക വൈവിധ്യത്തിന്റെ കലവറയായ ഇന്ത്യക്ക് ലോകത്തിന് ഏറെ സംഭാവനകൾ നൽകാനുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ സംസ്കാരം ലോകത്തിനു മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന ശ്രീ രവിശങ്കറിനെ അഭിനന്ദിക്കുന്നു. കലയുടെയും സംസ്കാരത്തിന്റെയും കുംഭമേളയാണ് ലോക സാംസ്കാരികോത്സവമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. അതേസമയം പരിസ്ഥിതിക്ക് ദോഷം വരുത്തിയതിന് ചുമത്തിയ 5 കോടി രൂപ പിഴയടക്കാൻ ദേശീയ ഗ്രീൻ ട്രിബ്യൂണൽ ആർട്ട് ഓഫ് ലിവിംഗിന് 4 ആഴ്ചത്തെ സമയം അനുവദിച്ചു. കർഷക സംഘടനകൾ നൽകിയ ഹർജി പരിഗണിക്കവേ ജയിലിൽ പോയാലും പിഴയടക്കില്ല എന്ന ശ്രീ രവിശങ്കറിന്റെ പ്രസ്താവനയിൽ ട്രിബ്യൂണൽ അതൃപ്തി പ്രകടിപ്പിച്ചു. ശ്രീ രവിശങ്കറിൽ നിന്നും ഇങ്ങനെയൊരു നിലപാട് പ്രതീക്ഷിച്ചിട്ടില്ലെന്നും ജസ്റ്റിസ് സ്വതന്ത്രകുമാർ പറഞ്ഞു. പിഴയടക്കില്ല എന്ന മുൻ നിലപാട് മാറ്റി ട്രിബ്യൂണൽ ഉത്തരവിന് വഴങ്ങിയ ശ്രീ രവിശങ്കർ പിഴയടക്കാൻ 4 ആഴ്ച സമയം വേണമെന്ന് അഭ്യർത്ഥിച്ചു. ഇത് ട്രിബ്യൂണൽ അംഗീകരിച്ചു. ആദ്യ ഗഡുവായി 25 ലക്ഷം രൂപ അടച്ചതിന് ശേഷമാണ് പരിപാടിയുമായി മുന്നോട്ടു പോകാൻ ഗ്രീൻ ട്രിബ്യൂണൽ അനുമതി നൽകിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സബ്സിഡികൾക്കും സർക്കാർ സേവനങ്ങൾക്കും ആധാർ കാർഡ് നിർബന്ധമാക്കുന്ന ആധാർ ബിൽ ലോക്സഭ പാസാക്കി. രാജ്യസഭയിലെ പ്രതിപക്ഷ എതിർപ്പ് മറികടക്കാൻ ധനകാര്യ ബില്ലായാണ് ആധാർ ബിൽ അവതരിപ്പിച്ചത്. കഴിഞ്ഞ UPA സർക്കാർ കൊണ്ടുവന്ന ആധാർ ബില്ലാണ് മാറ്റങ്ങൾ വരുത്തി NDA സർക്കാർ പാസാക്കിയത്. സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രതിപക്ഷ ആവശ്യം അവഗണിച്ച് ശബ്ദ വോട്ടോടുകൂടിയാണ് ബിൽ ലോക്സഭയിൽ പാസാക്കിയത്. ആധാർ ബിൽ ധനബില്ലായി അവതരിപ്പിച്ചത് പ്രതിഷേധം മറികടക്കാനുള്ള വളഞ്ഞ വഴിയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിൽ ആഭ്യന്തര കലാപം രൂക്ഷം. അങ്കമാലി സീറ്റിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ജോണി നെല്ലൂർ ഔഷധി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. അങ്കമാലിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും ഇനി ഉഭയകക്ഷി ചർച്ചയ്ക്കില്ലെന്നും ജോണി നെല്ലൂർ പറഞ്ഞു. അതേസമയം ജോണി നെല്ലൂർ രാജിവെച്ചത് തന്നോട് ആലോചിക്കാതെയാണെന്ന് അനൂപ് ജേക്കബ്. അങ്കമാലി സീറ്റ് ജേക്കബ് ഗ്രൂപ്പിന് നൽകില്ല എന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് PP തങ്കച്ചനും പറഞ്ഞു. പ്രയാസം അറിയിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും തങ്കച്ചൻ കൂട്ടിച്ചേർത്തു. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ആവശ്യപ്പെട്ട 4 സീറ്റുകൾ സംബന്ധിച്ചും കോൺഗ്രസ് നേതൃത്വം തീരുമാനം പറഞ്ഞില്ലെന്ന് ജോണി നെല്ലൂർ വ്യക്തമാക്കി. അങ്കമാലി പിറവം സീറ്റുകളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല, ഇനി ഉഭയകക്ഷി ചർച്ചയ്ക്ക് താനില്ലെന്നും ജോണി നെല്ലൂർ വ്യക്തമാക്കി. 2011 അവസാന നിമിഷം മൂവാറ്റുപുഴ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തു. പകരം പാർട്ടി ആവശ്യപ്പെടാതിരുന്ന അങ്കമാലി സീറ്റ് വിട്ടുനൽകി. മത്സരിച്ച് പരാജയപ്പെട്ട സീറ്റാണെങ്കിലും അത് ജേക്കബ് ഗ്രൂപ്പിന് അവകാശപ്പെട്ടതാണെന്നും ജോണി നെല്ലൂർ ചൂണ്ടിക്കാട്ടി. പാർട്ടിയെ വലിയ തോതിൽ അപമാനിച്ചു. സീറ്റ് ചർച്ചയിൽ വ്യക്തിപരമായി എന്നെയും അധിക്ഷേപിച്ചു. UDF നേതൃത്വം UDF ഗവൺമെന്റ് അനുവദിച്ച് നൽകിയ ഔഷധി ചെയർമാൻ സ്ഥാനം ഞാനിപ്പോൾ രാജിവെക്കുകയാണ്. അതേസമയം അങ്കമാലി സീറ്റ് നൽകാനാവില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്നും പ്രയാസം അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നും UDF കൺവീനർ PP തങ്കച്ചൻ പറഞ്ഞു. ജേക്കബ് ഗ്രൂപ്പിനോട് കോൺഗ്രസ് നേതൃത്വം അനീതി കാണിക്കുകയാണെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് ചെയർമാൻ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. എത്ര ചെറിയ കക്ഷിയാണെങ്കിലും ആ കക്ഷിയുടെ അധ്യക്ഷൻ അദ്ദേഹം മത്സരിച്ചിരുന്ന സീറ്റിൽ ആ സീറ്റ് അദ്ദേഹത്തിന് നൽകില്ല, അതല്ല വേറെ എന്തെങ്കിലും ഒരു ക്രമീകരണം പോലും നടത്തില്ല എന്ന് പറയുന്നത് തികഞ്ഞ അവഗണനയും തെറ്റുമാണ്. അങ്കമാലി സീറ്റ് അനുവദിച്ചില്ലെങ്കിൽ പാർട്ടി വിടുന്നതടക്കമുള്ള കാര്യങ്ങൾ ജോണി നെല്ലൂർ ആലോചിക്കുന്നുവെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് CN ബാലകൃഷ്ണൻ. ഇക്കാര്യം CN ബാലകൃഷ്ണൻ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു. തന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പാർട്ടിക്ക് ഉചിതമായ തീരുമാനമെടുക്കാമെന്നും CN ബാലകൃഷ്ണൻ പറഞ്ഞു. കഴിഞ്ഞ 60 കൊല്ലമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല.
അപ്പോൾ അതുകൊണ്ട് ഞാൻ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. എന്നെ മാറ്റണമെങ്കിൽ മാറ്റാം, നിർത്തണമെങ്കിൽ നിർത്താം. അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ നിൽക്കണം. ഇപ്പോൾ ഇരവിപുരം സീറ്റിനായി ലീഗ് RSP തർക്കം മുറുകുന്നു. RSPയുടെ ശക്തി കാണിക്കാൻ കൊല്ലം ജില്ലാ ലീഗ് പ്രസിഡന്റ് യൂനസ് കുഞ്ഞിന്റെ വെല്ലുവിളി. ഇരവിപുരം RSPയുടെ സിറ്റിംഗ് സീറ്റാണെന്ന് AA അസീസും നിലപാട് വ്യക്തമാക്കി. മുസ്ലിം ലീഗും RSPയുമായി ഇരവിപുരത്ത് നടക്കുന്ന പോസ്റ്റർ യുദ്ധത്തിന് പിന്നാലെയാണ് നേതാക്കൾ പരസ്യപ്രതികരണവുമായി രംഗത്തെത്തിയത്. RSPയുടെ ശക്തി തെളിയിക്കാനായിരുന്നു ലീഗ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് യൂനുസ് കുഞ്ഞിന്റെ വെല്ലുവിളി. ഇതുവരെ നയവഞ്ചന ഒന്നും ഇതുവരെ കാണിച്ചിട്ടില്ല. പോസ്റ്ററെ സംബന്ധിച്ചുള്ള ഉറവിടം എന്താണെന്ന് എനിക്കറിയില്ല. അതിനകത്ത് മറ്റൊരു കാര്യം പറഞ്ഞേക്കുന്നത് 140 മണ്ഡലങ്ങളിലും ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും അനുഭവിക്കുമെന്നാണ് പറഞ്ഞത്. എല്ലാവരും കൂടെ ഈ 140 വണ്ടി കയറാൻ വേണ്ടി ഉള്ള RSPക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം RSPയെ പറ്റി എല്ലാവർക്കും അറിയാം, നന്നേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ കണക്കാണ്. ഇരവിപുരം RSPയുടെ സിറ്റിംഗ് സീറ്റാണെന്നും തർക്കത്തിന്റെ കാര്യമില്ലെന്നും AA അസീസ് മറുപടി നൽകി. അല്ല, അത് അങ്ങനെ ഇല്ലല്ലോ. സിറ്റിംഗ് സീറ്റുകളെ സംബന്ധിച്ച് വളരെ നേരത്തെ തന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞതാണ്. ജയിച്ച സീറ്റുകളിലാണ് സിറ്റിംഗ് സീറ്റുകൾ. അത് ലീഗ് ഉൾപ്പെടെ സംബന്ധിച്ചതാണ്. അത് പിന്നെ പ്രാദേശികമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. RSP കോൺഗ്രസ് രണ്ടാം ഘട്ട ഉഭയകക്ഷി ചർച്ചയിലും സീറ്റ് വിഭജനം തീരുമാനമായില്ല. ചർച്ച തിങ്കളാഴ്ച തുടരും. ന്യൂസ് ബ്യൂറോ, കൊല്ലം, തിരുവനന്തപുരം. തിരുവമ്പാടി സീറ്റുമായി ബന്ധപ്പെട്ട് LDFും മലയോര വികസന സമിതിയും ചർച്ച നടത്തും. തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നവരുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്ന് മലയോര വികസന സമിതിയുടെ നിലപാടിനോട് അനുകൂലമായി LDF പ്രതികരിച്ചതോടെയാണ് ചർച്ചകൾക്കുള്ള സാധ്യതകൾ തെളിഞ്ഞത്. ചർച്ചയ്ക്കായി സമീപിച്ചാൽ LDF വാതിലുകൾ കൊട്ടിയടക്കില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്ററും 3 ദിവസങ്ങൾക്കകം LDFുമായി ചർച്ച നടത്തുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മലയോര വികസന സമിതി ചെയർമാൻ ചാക്കോ കാളമ്പറമ്പിലും അറിയിച്ചു. തിരുവമ്പാടി സീറ്റുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ പരിഗണിക്കുന്ന ആരുമായും യോജിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന നിലപാട് താമരശ്ശേരി രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മലയോര വികസന സമിതി കഴിഞ്ഞ ദിവസം സ്വീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് LDF നിലപാട് വ്യക്തമാക്കിയത്. UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന ആരും ചർച്ചയ്ക്ക് തയ്യാറായി മുന്നോട്ട് വന്നാൽ LDF വാതിലുകൾ കൊട്ടിയടക്കില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ പറഞ്ഞു. മലയോര കർഷക ജനതയെ വഞ്ചിച്ചിരിക്കുന്നു എന്നുള്ള വികാരം പ്രകടിപ്പിച്ച് പരസ്യമായി രംഗത്ത് വരുന്നവർ ഒരാശയവിനിമയത്തിന് തയ്യാറായാൽ വാതിൽ കൊട്ടിയടക്കേണ്ട കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമില്ല. കൃഷിക്കാരുടെ താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്നതിന്, അതുപോലെ ഇതര ജനവിഭാഗങ്ങളുടെ താല്പര്യം പരിരക്ഷിക്കുന്നതിന് ഇതിനോടെല്ലാം നിഷേധ നിലപാട് സ്വീകരിച്ച ഗവൺമെന്റിനെതിരായിട്ട് വികാരം പ്രകടിപ്പിക്കുന്നതിന് മുന്നോട്ട് വരുന്ന ആരുമായിട്ടും ആശയവിനിമയം നടത്തും. LDFിന്റെ നിലപാട് സ്വാഗതാർഹമാണെന്നായിരുന്നു മലയോര വികസന സമിതിയുടെ പ്രതികരണം. ചർച്ച നടത്തുന്നതിനാവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുമെന്ന് മലയോര വികസന സമിതി ചെയർമാൻ ചാക്കോ കാളമ്പറമ്പിൽ പറഞ്ഞു. അത്തരത്തിലൊരു സമീപനം ഉണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതിന്റെ തുടർ നടപടികളുമായിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ മുമ്പോട്ട് പോകും. വളരെ അടിയന്തരമായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ 2-3 ദിവസങ്ങൾക്കുള്ളിൽ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ഞങ്ങൾ സംസാരിച്ച ശേഷം അതിന്റെ തുടർ നടപടികളെക്കുറിച്ചുള്ള ആലോചനകൾ ചെയ്യും. തിരുവമ്പാടി സീറ്റിൽ മലയോര വികസന സമിതി സ്വന്തം നിലക്ക് സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും LDFുമായി ചർച്ച നടത്തിയ ശേഷം മാത്രമേ ഇനി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കൂ. നേരത്തെ മുസ്ലിം ലീഗിന്റെ കയ്യിൽ നിന്ന് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് കർഷക പ്രതിനിധിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് മലയോര വികസന സമിതി നേതാക്കൾ കോൺഗ്രസ് നേതാക്കളെ കണ്ടിരുന്നു. എന്നാൽ സീറ്റ് വിട്ടു നൽകാനാവില്ലെന്ന മുസ്ലിം ലീഗിന്റെ നിലപാടിനോട് യോജിച്ച് KPCC പ്രസിഡന്റ് VM സുധീരനടക്കം പരസ്യമായി രംഗത്തെത്തിയതിനെതിരെ മലയോര വികസന സമിതിക്ക് കടുത്ത അതൃപ്തിയുണ്ട്. ചർച്ച നടത്തി തീരുമാനമറിയിക്കാമെന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരുന്നെങ്കിലും ദിവസങ്ങൾ പിന്നിട്ടിട്ടും തീരുമാനമറിയിക്കാതെ കോൺഗ്രസും UDFും തങ്ങളെ വഞ്ചിക്കുകയായിരുന്നുവെന്നാണ് മലയോര വികസന സമിതിയിലെ ഭൂരിഭാഗം അംഗങ്ങളും കരുതുന്നത്. സുജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 9,000 കോടി രൂപ തട്ടിച്ചു മുങ്ങിയ വിജയ് മല്യ വിശദീകരണവുമായി രംഗത്ത്. ട്വിറ്ററിലാണ് മല്യയുടെ വിശദീകരണം വന്നിരിക്കുന്നത്. താൻ ഒളിച്ചോടിയതല്ലെന്നാണ് വിജയ് മല്യ പറയുന്നത്. താൻ രാജ്യത്തെ നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്ന പൗരനാണെന്നും ബിസിനസ്സുകാരനെന്ന നിലയിൽ രാജ്യത്തിന് പുറത്ത് സഞ്ചരിക്കുന്നത് സ്വാഭാവികമാണെന്നും വിശദീകരിക്കുന്ന വിജയ് മല്യ താൻ മാധ്യമ വിചാരണയുടെ ഇരയാണെന്ന് കൂടി കുറ്റപ്പെടുത്തുന്നു. മന്ത്രിമാർ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് ഹൈക്കോടതി. KC ജോസഫിന്റെ മാപ്പപേക്ഷ തീർപ്പ് കൽപ്പിക്കവെയാണ് ഹൈക്കോടതിയുടെ ഈ പരാമർശം. V. ശിവൻകുട്ടി MLA സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജിയിലാണ് കോടതി തുടർ നടപടികൾ അവസാനിപ്പിച്ചത്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെതിരെ മന്ത്രി KC ജോസഫ് ഫേസ്ബുക്കിൽ അപകീർത്തികരമായ പരാമർശം നടത്തിയതിന് കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്ന V. ശിവൻകുട്ടി MLAയുടെ ഹർജിയിലാണ് ഹൈക്കോടതി തുടർ നടപടികൾ അവസാനിപ്പിച്ചത്. തനിക്ക് തെറ്റുപറ്റിയെന്നും നിരുപാധികം മാപ്പപേക്ഷിക്കുന്നുവെന്നും വ്യക്തമാക്കിയുള്ള സത്യവാങ്മൂലം സ്വീകരിച്ചാണ് കോടതി ഹർജിയിൽ തുടർ നടപടി അവസാനിപ്പിച്ചത്.
മന്ത്രി നേരിട്ടെത്തിയാണ് കോടതിയിൽ ഖേദം പ്രകടിപ്പിച്ചത്. നേരത്തെ മന്ത്രി KC ജോസഫ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ തനിക്ക് തെറ്റുപറ്റിയെന്നും നിരുപാധികം മാപ്പപേക്ഷിക്കുന്നുവെന്നും പറഞ്ഞിരുന്നു. എന്നാൽ കുറ്റം സമ്മതിച്ച ശേഷം മാപ്പപേക്ഷിക്കണമെന്ന് ശിവൻകുട്ടിയുടെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. കോടതിയിൽ മാപ്പപേക്ഷിച്ച കാര്യം ഉൾപ്പെടെ മന്ത്രി ഫേസ്ബുക്കിൽ പിന്നീട് പോസ്റ്റ് ചെയ്തതായി കോടതിയെ അറിയിച്ചു. തനിക്ക് തെറ്റുപറ്റിയെന്നും മാപ്പപേക്ഷിക്കുന്നതായും സൂചിപ്പിച്ച് മറ്റൊരു സത്യവാങ്മൂലം കൂടി മന്ത്രി സമർപ്പിച്ചിരുന്നു. ഇത് ഉത്തമ വിശ്വാസത്തിലാണെന്ന് കണക്കിലെടുത്ത് മാപ്പപേക്ഷ സ്വീകരിക്കുന്നതായി കോടതി ഉത്തരവിൽ പറഞ്ഞു. എന്നാൽ ഇത്തരം നടപടികൾ ഇനി ഉണ്ടാകരുതെന്നും കോടതി ഓർമ്മിപ്പിച്ചു. വിധിയിൽ തൃപ്തിയുണ്ടെന്ന് മന്ത്രി KC ജോസഫ് പ്രതികരിച്ചു. എനിക്കൊന്നും പറയാനില്ല. കുറ്റം സമ്മതിച്ച സാഹചര്യത്തിൽ KC ജോസഫ് മന്ത്രിസ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്ന് V ശിവൻകുട്ടി MLA പറഞ്ഞു. സ്ഥിരമായി തന്നെ ഇങ്ങനെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ജഡ്ജിമാരെയും കോടതികളെയും പരിഹസിക്കുന്ന KC ജോസഫിന്റെ മാപ്പും കുറ്റസമ്മതവും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ സ്ഥാനത്തിരിക്കാൻ തന്നെ യോഗ്യത അല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഗതാഗത വകുപ്പ് സേവനങ്ങൾ സ്വകാര്യവൽക്കരിക്കാൻ സർക്കാർ ഒരുങ്ങുന്നു. വാഹനങ്ങളുടെ താൽക്കാലിക രജിസ്ട്രേഷൻ സ്വകാര്യ മേഖലയ്ക്ക് നൽകാൻ തീരുമാനിച്ച് സർക്കാർ ഉത്തരവിറക്കി. താൽക്കാലിക രജിസ്ട്രേഷൻ ഓൺലൈനാക്കാനുള്ള മുൻ തീരുമാനം അട്ടിമറിച്ചാണ് ഉത്തരവിറങ്ങിയിരിക്കുന്നത്. ഉത്തരവിന്റെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. നിയമവിരുദ്ധമായി പ്രതിവർഷം 350 കോടി രൂപ ഹാൻഡിലിംഗ് ചാർജ് എന്ന പേരിൽ ഉപഭോക്താക്കളിൽ നിന്നും തട്ടിയെടുക്കുന്ന വാഹന ഡീലർമാരെ സഹായിക്കുന്ന തീരുമാനമാണ് ഗതാഗത വകുപ്പ് കൈക്കൊണ്ടിരിക്കുന്നത്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ടോമിൻ J. തച്ചങ്കിരി സർക്കാരിന് സമർപ്പിച്ച ശുപാർശയുടെ അടിസ്ഥാനത്തിൽ വാഹനങ്ങളുടെ താൽക്കാലിക രജിസ്ട്രേഷൻ സ്വകാര്യ മേഖലയ്ക്ക് നൽകാൻ തീരുമാനിച്ച് ഗതാഗത വകുപ്പ് ഉത്തരവിറക്കി. ഉത്തരവിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. രാജസ്ഥാൻ, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളെ ഉദാഹരിച്ചാണ് കേരളത്തിലും വാഹന സേവനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നത്. താൽക്കാലിക രജിസ്ട്രേഷൻ ഓൺലൈനാക്കാൻ അനുമതി നൽകണമെന്ന് കാണിച്ച് 17/12/2015 ടോമിൻ J. തച്ചങ്കിരി സർക്കാരിന് കത്തു നൽകിയിരുന്നു. തുടർന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ തന്നെ 29/12/2015 വാഹന ഡീലർമാരുടെ യോഗം വിളിച്ചു ചേർത്താണ് താൽക്കാലിക രജിസ്ട്രേഷൻ ഡീലർമാർക്ക് നൽകാൻ തീരുമാനിച്ചത്. എന്നാൽ ഇമെയിൽ വഴി അറിയിപ്പ് നൽകി നടത്തിയ ഈ യോഗത്തിന്റെ മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ടില്ല. ദുരൂഹമായ യോഗ തീരുമാനത്തിന്റെ പിന്നിൽ കോടികളുടെ ഇടപാടുകൾ നടന്നുവെന്ന ആക്ഷേപം ഇതിനോടകം ഉയർന്നിട്ടുമുണ്ട്. ഗതാഗത മന്ത്രിയുടെ അറിവോടെയാണ് താൽക്കാലിക രജിസ്ട്രേഷൻ സ്വകാര്യ മേഖലയ്ക്ക് നൽകാൻ തീരുമാനിച്ച് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. എന്തായാലും ഗതാഗത വകുപ്പിന്റെ പുതിയ തീരുമാനം വാഹന ഡീലർമാർക്ക് പൊതുജനങ്ങളെ കൊള്ളയടിക്കാൻ നിയമപരമായ പരിരക്ഷ നൽകുന്നതാണ്. ലെസ്ലി ജോൺ, ഇടുക്കി. P. ജയരാജന്റെ കാര്യത്തിൽ തെളിവെടുപ്പല്ല മാധ്യമ വിചാരണയാണ് നടക്കുന്നതെന്നും ഇതിന് ബോധപൂർവം CBIയും ജയിൽ അധികൃതരും ഒത്താശ നടത്തുകയാണെന്നും MV ജയരാജൻ. അതേസമയം P. ജയരാജന്റെ റിമാൻഡ് കാലാവധി ഏപ്രിൽ 8 കോടതി നീട്ടിവെച്ചു. 9, 10, 11 തീയതികളിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജനെ CBI ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാമെന്നായിരുന്നു കോടതി ഉത്തരവ്. ഉത്തരവ് ലഭിച്ച് 9-ാം തീയതി രാവിലെ P. ജയരാജനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും സമ്മർദ്ദം ചെലുത്തി കണ്ണൂർ ജയിലിൽ എത്തിക്കുകയായിരുന്നു അധികൃതരെന്ന ആരോപണം നിലനിൽക്കെയാണ് ചോദ്യം ചെയ്യുമ്പോഴുള്ള ജയിൽ സൂപ്രണ്ടിന്റെ സാന്നിധ്യം മൂലം ശരിയായി ചോദ്യം ചെയ്യാൻ സാധ്യമാകുന്നില്ലെന്ന പരാതി CBI ഉയർത്തിയതായി റിപ്പോർട്ടുകൾ വരുന്നത്. ഇത് ബോധപൂർവം CBI സൃഷ്ടിക്കുന്ന തന്ത്രമാണെന്നും തെളിവെടുപ്പല്ല CPIMനെയും P. ജയരാജനെയും അപമാനിക്കും വിധത്തിൽ മാധ്യമ വിചാരണയാണ് നടത്തുന്നതെന്നും CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ ആരോപിച്ചു. ആശുപത്രിയിൽ വെച്ച് തെളിവെടുത്തിരുന്നെങ്കിൽ ജയിൽ സൂപ്രണ്ടിന്റെ സാന്നിധ്യം ഉണ്ടാകുമായിരുന്നില്ല. തങ്ങളുടെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ അനുമതി നൽകണമെന്ന് കോടതിയോട് ആവശ്യപ്പെടാനുള്ള സൗകര്യമൊരുക്കി കൊടുക്കുകയാണ് ജയിൽ സൂപ്രണ്ട് ചെയ്യുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. CPIMനെയും P. ജയരാജനെയും അപമാനിക്കുന്ന വിധത്തിലുള്ള മാധ്യമ പ്രചാരവേലയും വിചാരണയുമാണ് ഇപ്പൊ നടന്നു വരുന്നത്. മൊഴികൾ എടുക്കുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അടങ്ങുന്ന റിപ്പോർട്ട് കോടതിയിലാണ് സമർപ്പിക്കേണ്ടത്. അത് മാധ്യമങ്ങൾക്ക് നൽകുകയല്ല വേണ്ടത്. ഈ കടുത്ത മനുഷ്യാവകാശ ലംഘനത്തിനും പീഡനത്തിനുമെതിരെ ജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് CPIM ആഗ്രഹിക്കുന്നത്. മാധ്യമ വിചാരണയ്ക്ക് സഹായകമാവുന്ന വിവരങ്ങൾ കൈമാറിയവരെ കണ്ടെത്തണമെന്നും റിപ്പോർട്ടുകൾ വസ്തുതയല്ലെങ്കിൽ തുറന്നു പറയാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവണമെന്നും MV ജയരാജൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മമ്മൂട്ടി നായകനായ വൈറ്റിന്റെ ബ്ലൂപേഴ്സ് ടീസർ പുറത്തിറങ്ങി. ഷൂട്ടിങ്ങിനിടയിലെ രസകരമായ സംഭവങ്ങൾ കോർത്തിണക്കി തയ്യാറാക്കുന്ന ബ്ലൂപേഴ്സ് ടീസർ മലയാളത്തിൽ ആദ്യത്തേതാണ്. മമ്മൂട്ടി തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ടീസർ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചു. ഉദയ് ആനന്ദനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. വിജയ് മല്യ നാട് വിട്ടതോടെ മല്യയുടെ കൂട്ടുകാരിയും മനസ്സുകൊണ്ട് വിദേശത്തേക്ക് കടക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ൊപ്പം അഭിനയിക്കാൻ പോയ ബോളിവുഡ് സുന്ദരി ദീപിക പദുകോണിനെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ കണ്ടെത്തിയത് ടെന്നീസ് സൂപ്പർ താരം നൊവാക് ദ്യോക്കോവിച്ചിനൊപ്പമാണ്.